മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലമാണ് സിനിമയെ തകർക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്ന സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവരെ അറിയിച്ചു. പക്ഷെ അവർക്കത് അത് അക്സെപ്റ്റബിൾ അല്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അത് അവരവരുടെ കാര്യങ്ങൾ പറയാം. പക്ഷേ നാഥനില്ല കളരി എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചു. അമ്മയിൽ ആരോടാണ് നമ്മൾ പറയേണ്ടത്? ആർട്ടിസ്റ്റുകൾക്ക് സാലറി കുറയ്ക്കുന്നത് ഒരു സംഘടനയ്ക്കും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോ ആർട്ടിസ്റ്റുകളല്ലേ തീരുമാനിക്കുന്നു. അല്ലേ? എന്നിട്ടും അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. സമരവും നിസ്സഹകരണവും ഒന്നും ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയെയും ഒരിക്കലും നന്നാക്കില്ല. ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും ഒന്നിടവിട്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം നിലവിലുള്ളതാണ് ആക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഇഷ്യൂസ് ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെ അത് പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണോ, അതോ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രസ് മീറ്റ് നടത്തി അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതെ, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. പിന്നെ ഒരു വ്യവസായമാകുമ്പോൾ അതിനകത്ത് സംഘടനകളുണ്ടാവും. സംഘടനകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്ന സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നത് അവരൊരു അമ്മയ്ക്കൊരു കത്ത് നൽകി നമ്മളത് മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുത്തതാണ്. ഇപ്പം അമ്മ അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഡ്ഹോക് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അതുകൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ അവിടെ ഒരു സ്ഥാനമാനങ്ങളില്ല, ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറി അങ്ങനെയില്ല. എല്ലാവർക്കും ഈക്വൽ സ്ഥാനങ്ങളാണ് ഉള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനിയിപ്പോൾ അടുത്ത ജൂണിൽ നമ്മളൊരു ജനറൽ ബോഡി കൂടിയെങ്കിൽ മാത്രമേ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ചർച്ചയ്ക്കെങ്കിലും നമുക്ക് പോകാനും ഇരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവരെ അറിയിച്ചു. പക്ഷെ അവർക്കത് അക്സെപ്റ്റബിൾ അല്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം സുരേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘടനകളുടെ ഒരു പത്രസമ്മേളനത്തിൽ ഇത്ര ഓപ്പണായിട്ട് അവർ പറഞ്ഞത്. അത് അവരവരുടെ കാര്യങ്ങൾ പറയാം. പക്ഷേ നാഥനില്ല കളരി എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചു. അമ്മയിൽ ആരോടാണ് നമ്മൾ പറയേണ്ടത്? നാഥനില്ല കളരിയല്ലേ എന്നൊരു വേർഡ് ഉപയോഗിച്ചതിൽ നമ്മൾ അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനും നമുക്ക് ഒരുപാട് വിഷമമുണ്ടത്. കാര്യം ഒരിക്കലും അമ്മ നാഥനില്ല കളരിയല്ല. അഡ്ഹോക് കമ്മിറ്റി ആയതുപോലും കുറേ അലിഗേഷൻസ് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ലാലേട്ടൻ അടക്കമുള്ള പ്രസിഡന്റ് തുടങ്ങി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് രാജിവെച്ചെങ്കിലും അത് കഴിഞ്ഞിട്ടും ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് അമ്മ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കുടുംബസംഗമം നടന്നു. ഒരു സംഘടനയ്ക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒന്നാണ് കുടുംബസംഗമം. 1500ഓളം പേര് പങ്കെടുത്ത ഒരു കുടുംബസംഗമം നമ്മൾ നടത്തി. അതുപോലെ തന്നെ മരുന്നെത്തിക്കുക എന്ന് പറയുന്നത് കാര്യം വൈദ്യസഹായം മീൻസ് മെഡിസിൻ ആവശ്യമുള്ള എല്ലാവർക്കും എല്ലാ മാസവും അവർക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംരംഭം കൂടി അമ്മ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെൻഷൻ അതൊക്കെ പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പല കാര്യങ്ങൾ ഇനിയും നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. ഉടൻ തന്നെ അതൊക്കെ അനൗൺസ് ചെയ്യും. അങ്ങനെ ഏറ്റവും ഗംഭീര പ്രവർത്തനങ്ങളാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, അതായത് ലാലേട്ടനുണ്ട്, മമ്മൂക്കയുടെ ഉപദേശങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ നമ്മളൊപ്പമുള്ള എല്ലാവരോടും സുരേഷ് ചേട്ടൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും ഫുൾ സപ്പോർട്ടായിട്ട് സുരേഷ് ചേട്ടനുണ്ട്. അതെ, സുരേഷ് ചേട്ടൻ ഇപ്പോൾ രണ്ടാമതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഗംഭീര കാര്യങ്ങളാണ് സുരേഷ് ചേട്ടൻ്റെ നിർദ്ദേശങ്ങൾ ഓരോ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് നാഥനില്ല കളരി എന്ന് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. അവരുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. അവർക്കൊരു പ്രോഗ്രാം നമ്മൾ നടത്താമെന്ന് പറഞ്ഞ് പലതവണ അത് നടത്താൻ പറ്റിയില്ല. അത് പിന്നീട് ലാസ്റ്റ് നമ്മൾ നടത്തി. അത് മനോരമയായി ചേർന്ന് നടത്തിയിട്ട് അതിൻ്റെ ഒരു 80% എനിക്ക് തോന്നുന്നൊരു 80% അതിൻ്റെ പ്രോഫിറ്റും അവർക്കാണ്. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് കൊടുത്തത്. അതുവഴിയാണ് അവർ ഓഫീസ് കെട്ടിടം കാര്യങ്ങൾ. അതെ, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം അവരാരെങ്കിലും വിളിച്ച് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്തായാലും പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും സുഹൃത്തുക്കളാണ്. നാളെയും കാണേണ്ടവരാണ്, നാളെയും പല പ്രോജക്റ്റ് ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ കഴിയും. കാര്യം എല്ലാം സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരാവുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സമരവും നിസ്സഹകരണവും ഒന്നും ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയെയും ഒരിക്കലും നന്നാക്കില്ല. കാരണം
ജനങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളും ടെൻഷൻസും ഉള്ള അവർക്ക് ആലോചിച്ചിരിക്കാനോ ഇതിന് പുറകെ ഒന്നും വരാനൊന്നും അവർക്ക് സമയമില്ല, അവർക്ക് താല്പര്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് ഇതിലും വലിയ വലിയ ടെൻഷൻസ് അവർക്കുണ്ട്, എന്തോരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന സിനിമകൾ കൊടുത്താൽ അവർ തിയേറ്ററിൽ വരും. ബാക്കി പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ വെറുതെ ഓരോ പ്രശ്നങ്ങളും ചർച്ചകളും നടത്തിയിട്ട് അവരെ സിനിമയിൽ നിന്നും പിന്നോട്ടാക്കാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് ഒരു സിനിമാ പ്രവർത്തകൻ ഒരു എളിയ സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ആരാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും സിനിമയ്ക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ, നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ആർട്ടിസ്റ്റുകൾക്ക് സാലറി കുറയ്ക്കുന്നത് അത് അംഗീകരിക്കാൻ ആർട്ടിസ്റ്റുകൾക്ക് സാലറി കുറയ്ക്കുന്നത് ഒരു സംഘടനയ്ക്കും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോ ആർട്ടിസ്റ്റുകളല്ലേ തീരുമാനിക്കുന്നു അല്ലേ? ഓരോരുത്തർക്കും ഇല്ല ഇല്ല ആർട്ടിസ്റ്റുകൾക്ക് ശമ്പളം എന്നാന്ന് അറിഞ്ഞിട്ടല്ലേ കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അല്ല, അവര് പറയുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പൊ അവര് പറയുന്നത് പ്രധാന താരങ്ങളെ ഉദ്ദേശിച്ചാണ് അവര് പറയുന്നത് അല്ലേ? പ്രധാന താരങ്ങളാണല്ലോ ഒരു സിനിമയുടെ പ്രധാന ആകർഷണം. അപ്പൊ അവർക്ക് ആവശ്യമായ വേതനം കൊടുക്കുക എന്നുള്ളത് ഒരു എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഏത് നടൻ, എനിക്ക് തോന്നുന്നില്ല ഒരു നടൻ എനിക്ക് ഇത്ര കിട്ടിയാലേ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കൂ എന്ന് പറയുന്നത്. ഇതെല്ലാവരുടെയും നിലനിൽപ്പ് കൂടിയല്ലേ. ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും പിന്നെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും രാജു ആണെങ്കിലും ടൊവി ആരും ആയിക്കോട്ടെ, അവരെല്ലാവർക്കും നല്ല നല്ല സിനിമകളുണ്ടെങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ പൈസയുടെ പുറത്ത് നല്ലൊരു സിനിമ കളയുന്ന ഒരു നടനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസ അല്ലല്ലോ, അവർ പൈസ മാത്രം ഉദ്ദേശിച്ചാൽ പൈസ നമുക്ക് ജീവിക്കാൻ വേണ്ടി വേണം. പക്ഷെ പൈസ മാത്രമല്ല, നമുക്ക് എത്രയോ സിനിമകളിൽ പൈസ ഒരുപാട് കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നടന്മാരെല്ലാവരും അങ്ങനെ അഭിനയിക്കുന്നില്ലേ? ഇപ്പം എത്രയോ നടന്മാർക്ക് പൈസ അങ്ങോട്ട് കിട്ടാനുണ്ട്. അതിന്റെ കണക്ക് ഒരു മാസം 1 ലക്ഷം രൂപ പറഞ്ഞിട്ട് ഞാൻ 10,000 രൂപ അഭിനയിച്ചു. എത്രയോ നടന്മാർക്ക് ശമ്പളം കിട്ടാതെ എത്രയോ കംപ്ലയിൻസ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എത്രയോ നടന്മാർ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. പ്രൊഡ്യൂസർ അസോസിയേഷൻ എനിക്ക് ഇന്ന പ്രൊഡ്യൂസർ പൈസ തന്നില്ല, ഇത്ര തരാനുണ്ട്. എത്രയോ ആക്ടേഴ്സ് നമ്മുടെ അമ്മയിൽ വരുന്നല്ലേ കംപ്ലയിൻസ് ഒക്കെ. ഇതിനെപ്പറ്റി ഒന്നും ആരും പറയുന്നില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ. മനസ്സിലായില്ലേ? ഇപ്പം എനിക്കിഷ്ടപ്പെട്ടൊരു കഥ ഇയാൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഞാനത് ചെയ്യും. അതാണ് ഒരു ആക്ടർ. എല്ലാ ആക്ടേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലമാണ് സിനിമയെ തകർക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. അത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതിനെന്താണ് പ്രതിവിധി എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.